അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മക്കൾ പോയതിന് ശേഷം ഞങ്ങൾ വളരെ സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ മക്കൾ തന്നെ വിളിച്ചു പറഞ്ഞു, ഉമ്മയും പപ്പായും എങ്ങോട്ടെങ്കിലും കുറച്ച് ദിവസം മാറി നിൽക്ക്, നിങ്ങൾക്ക് സങ്കടമൊക്കെ ഒന്ന് മാറട്ടെ, ആ വീട്ടിൽ നിന്ന് ആ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മുടെ സുശീലൻ്റെയും ജയയുടെയും വീട്ടിലേക്ക് ശബരിമല അടിവാരത്തിലേക്ക് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. ഇവിടെ വന്നപ്പോൾ 2:30 മണിയായി. അപ്പോഴേക്കും അവർ ചക്കയൊക്കെ കുഴച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാം. ഈ വർഷത്തെ ചക്ക കുഴച്ചത് കഴിക്കുക നമ്മുടെ സുശീലൻ്റെ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചക്കയൊക്കെ റെഡിയാക്കുന്നുണ്ടണ്ട. നല്ല ചക്ക കുഴച്ചതും ഉണ്ടാ, നല്ല മീൻ. ഇതെന്താ, മോതയാണോ? മോതയാ. മോത മീൻ കറിയും കുത്തരി ചോറും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ചക്ക അവർ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കായ്ക്ക് ഇഷ്ടമുള്ള കപ്പയും ചേമ്പും ചേനയും കാച്ചിലും എല്ലാം റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്. 2 ദിവസം ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കും. നമ്മുടെ നിറയെ ചക്കക്കുരുവൊക്കെ ഇട്ടതാ കേട്ടോ, നമ്മുടെ ചക്ക കുഴച്ചത്. നീ മുളകിട്ടത്. ബാ ഇപ്പുറത്ത് നിന്നോ സുശീല. എന്താ മുളക് ഉടച്ചത്, കാന്താരി ഉടച്ചത്. താഴെ ഇവിടോട്ട് ഇപ്പുറത്ത് പോയി. അത് കുഴപ്പമില്ല. എന്താ ചക്ക കുഴച്ചത്. നമ്മുടെ ചക്ക കുഴച്ചത് അങ്ങനെ കോരിയെടുക്കുക. ഞാനിത് ഇങ്ങോട്ട് എടുത്തോട്ട് മാറാം. ഇന്നില്ല, ഇവിടെ ഇരുന്നോ സുശീലിന്, ഇവിടെ ഇരുന്നോ. അമ്മ, ഞാൻ ചക്കയുടെ ആളാണ്. മോത കറി വെച്ചത് കേട്ടോ. എന്താ അതങ്ങോട്ട് ചാറോടുകൂടി അങ്ങോട്ട് ഒഴിച്ചു. ഇച്ചിരി കാന്താരി, ഇവിടുത്തെ തന്നെ കാന്താരി പറിച്ച് ഉടച്ചെടുത്തതാ കേട്ടോ. കാന്താരി ഉടച്ച് സാമ്പാർ, മെഴുക്കുരട്ടി, പച്ചടി, മോരുകറി എല്ലാം ഉണ്ട്. മോള് ഞങ്ങൾ ഊണുമൊക്കെ കഴിച്ചിട്ട് പിന്നെ ലാഹ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കുറച്ച് കറക്കമൊക്കെ കറങ്ങി വന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പിള്ളേരുള്ളത് കൊണ്ട് നല്ല രസമാണ് കേട്ടോ. ഇവളുമാർ എന്നെ പോലെയാണ്, സർക്കീട്ടുകാരികളാണ്. ഞങ്ങൾ പപ്പാടെ കൂട്ടുകാരൻ ശബരിമല അടിവാരത്തൊരു സുശീലനും വിജയുണ്ടല്ലോ, നമ്മൾ പല വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ വരുന്നതും അവർ നമ്മുടെ വീട്ടിൽ വരുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോന്നി, ആനക്കൂട് സംഭവങ്ങൾ, ആന പരിശീലന കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ആ സന്തോഷങ്ങളും വിശേഷങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. എല്ലാവരും ഉണ്ട്, ജയുണ്ട്, സുശീലനുണ്ട്, മക്കൾ സേലത്ത് പഠിക്കുകയാണ്, അമ്മു വന്നിട്ടുണ്ട്, പിന്നെ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് നമ്മുടെ പൊന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഉത്സവമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോകാനൊരുങ്ങിയാണേ. അപ്പോൾ ദാ ഞങ്ങളുടെ അമ്മുക്കുട്ടി, ഞങ്ങളുടെ പൊന്നുക്കുട്ടി, ഇനി ഒരു കുഞ്ഞാറ്റയുണ്ട്, കുഞ്ഞാറ്റ ഒരുങ്ങുന്നതേ ഉള്ളൂ. നമ്മളെവിടെയാ പോകുന്നേ? കോന്നി ആനക്കൂട്ടിലേക്ക്. ഞങ്ങൾ 1-2 പേര്, ഇവരൊക്കെ കൊതുകുകളാ കേട്ടോ. ഇവരൊക്കെ സ്ലിം ബ്യൂട്ടീസാ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. ടാറ്റാ. എന്തിയാ കുഞ്ഞാറ്റ, എന്തിയേ? ഇങ്ങോട്ട് നീങ്ങ് കുഞ്ഞാറ്റേ. ഒരമ്മ മോള്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റക്കിളി അമ്മ മോളാ കേട്ടോ. അമ്മ ഇല്ലാത്തൊരു ജീവിതമില്ല. ഞാൻ അവിടെ ഇരുട്ടാടാ, ഇങ്ങോട്ടിറങ്ങ്. അപ്പതാ എല്ലാരും അപ്പൊ ഞങ്ങള് സെറ്റ്. ഞങ്ങള് പോവാണ്. ആനക്കൂട്ടിൽ 2 ആനക്കുട്ടികളുടെ ഒഴിവുണ്ട്, അതിന് ഞാനും ചെയ്യും. ഇത് കൊതുകുകളായതുകൊണ്ട് ഇവരെ വേണ്ട. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്വർഗം കിട്ടിയതുപോലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവരുമായിട്ട് ശരിക്കും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവുകയും കറങ്ങുകയൊക്കെ ചെയ്യും. കുഞ്ഞാറ്റയും ജയയും അവർ സുശീലനും കൂടെ ആ വണ്ടിയില്ല. ഞങ്ങളുടെ പിള്ളേര് ഇതേണ്ട, ഞങ്ങളുടെ പൊന്നും അമ്മുക്കുട്ടനും കൂടെ ഇതിൽ കയറി. ഞങ്ങൾക്ക് കമ്പനിക്ക് പപ്പാക്കുട്ടൻ തേണ്ട സിമ്പിളക്കുട്ടനായിട്ടിരിക്കുന്നുണ്ട. പപ്പാക്കുട്ട അത് നോക്കിയാര് കേറുന്നില്ല.
അപ്പോൾ ഞങ്ങള് പോവുകയാണ്. അവരിതുകൊണ്ട് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, വിട്ടോ. ഈ സൈഡ് ഓക്കെയാ. അപ്പുറം ഒരു ചെടിച്ചട്ടി ഉണ്ടതാ. ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ സുശീലന്റെ വീട്. ഇത് താഴോട്ടൊരു നിലയുണ്ട് കേട്ടോ. ഇത് കണ്ടാല് ഇതിന്റെ അടിയിൽ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസം ഇവിടെ. അപ്പൊ അതാണ്ട് നമ്മൾ പോവുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ ഞങ്ങള് പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നും കോന്നിക്ക് പോവുകയാണ് കേട്ടോ. നല്ല ദൂരമുണ്ട്. അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള കുറേ ദൃശ്യങ്ങൾ മിക്കപ്പോഴും എൻ്റെ യാത്രാ വ്ളോഗുകൾ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാധാരണ ഒരു വ്യക്തി എന്നോടൊപ്പം സഞ്ചരിച്ച് നിങ്ങൾ കാണുന്ന അതേ ഒരു ഫീലിങ്സാണ് ഞാൻ ഓരോ വീഡിയോയിലും ഈ പ്രകൃതി ദൃശ്യങ്ങളായാലും അവിടെയുള്ള കാഴ്ചകളായാലും ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സാധാരണ വീഡിയോസ് കാണുന്ന അത്രയും പോലും ആരും ഇത് കാണാറില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കത്തില്ല, ഇടത്തില്ല എന്ന്. ചിലപ്പോൾ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ദേഷ്യം വരും. കാരണം സങ്കടമോ ദേഷ്യമോ ഒക്കെയാണ്. കാരണം നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ടാണ് ഇതെല്ലാം വീഡിയോ എടുത്ത് ഒപ്പിയെടുക്കുന്നത് പോലെ എടുത്ത് അതിൻ്റെ വന്നിരുന്നു കുത്തിയിരുന്ന് അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ആരും കാണാറില്ല, കുറച്ച് പേരേ കാണത്തുള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മൾ കോന്നിയിലെത്തിയിട്ടുണ്ടേ. അങ്ങനെതാ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. ഞങ്ങളുടെ അമ്മുക്കുട്ടി മുടിയൊക്കെ കെട്ടുകയാണ്. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. കാരണം മിക്കപ്പോഴും ഞാൻ നല്ല വീഡിയോസ്, യാത്രാ വീഡിയോസൊക്കെ കണ്ടു നോക്കിയാൽ നമ്മളവിടെ പോയ ഒരു ഫീലിങ്സാണ് കിട്ടുന്നത് ഏതൊരു വ്യക്തിക്കും. പക്ഷെ നിങ്ങളിൽ മിക്ക പേരും അത് കാണാറില്ല. വായോ വായോ വായോ. അങ്ങനെ നമ്മൾ നമ്മുടെ കോന്നി ആന പരിശീലന കേന്ദ്രത്തിലെത്തി. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 5 വയസ്സിൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുത്തിട്ട് പിന്നീട് ഇതിനകത്തുള്ള ഓരോരോ സംഭവങ്ങളിലകത്ത് കയറണമെങ്കിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ കോന്നി ഇക്കോ ടൂറിസം ആന മ്യൂസിയത്തിലേക്ക് വന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാ കേട്ടോ. തടി വെട്ടുന്നതും എലിഫന്റിൻ കോയിൻസ്. എക്സിബിഷൻ റൂമാണേ. മോർഫോളജി. ആനയുടെ താടിയെല്ലാം ഒക്കെയാണ് ആയിരിക്കുന്നത്. പല്ല്. ആനയുടെ അസ്ഥികൂടം. ആനക്കെണിയാണ് ഇത്. ആനക്കെണി, മത്ത്. ആനയുടെ തോട്ടിയൊക്കെ കണ്ടോ. അതിന് തോട്ടി, വലിയ കോല് ഇതൊക്കെ ഇട്ട് ആനയെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടോ. എന്തോ കൊമ്പ് ചുറ്റ്. ഇതെന്താണോ മുട്ടുചിരട്ട. ആനയുടെ മുട്ടുചിരട്ടയാണ് ഇത്. കിട്ട്
ഇതെന്തുവാ സംഭവം? പല്ല്, ആനയുടെ പല്ല് കണ്ടോ? ഭയങ്കരം പല്ല്. ഓ, ഇത് വെച്ചിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. നോക്കിക്ക്, അണപ്പല്ലും ഒക്കെയാണ്. ഇടച്ചങ്ങല, മുള്ളട, എന്താ അങ്കുശം, ഇതൊക്കെ ആനയുടെ കത്തി, ആനക്കത്തി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത്. ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ട് ഇതിനകത്ത്, കണ്ട. അപ്പം അതാ നമ്മൾ കോന്നി ആനക്കൂട്ടിലെത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വരാതിരുന്നാലും തീരാ നഷ്ടം തന്നെയാണ്. ഇത്രയും അടുത്തായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇടയ്ക്ക് ഒരു സാമ്പ്രാണിക്കുടി പോയില്ലേ, അതും അടുത്തായിട്ട് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അവസരം കിട്ടിയതെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ സുശീലൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്, അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ശരിക്കും നമ്മളൊരു കാട്ടിനുള്ളിൽ പ്രവേശിച്ച അതേ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ. ശബ്ദവും ഒക്കെ അതേപോലെയാണ്. കാട്ടാരെയാണ് അടുത്ത റൂമാണ് ഇത്. ഇന്നത്തെ പ്രകൃതി നിങ്ങളോട് സംസാരിക്കുമ്പോൾ കിളികളുടെ അല്ല, ഈ തവളയുടെയാണ് സൗണ്ട് കേൾക്കുന്നത്. ആണോ? എന്താ മയില്, അത് കാട്ടുകോഴി, കാട്ടുകോഴിയാണ് അത്, കണ്ട. ചെങ്കണ്ണി. ഓരോ കിളികളുടെയും സൗണ്ട് നാച്ചുറലായിട്ട് നമുക്ക് കണ്ട ഇതിനകത്ത് ഇങ്ങനെ നമ്മളെ കേൾപ്പിച്ച് വരും കേട്ടോ. അടിപൊളിയെ നിലവാസികളായ പക്ഷികൾ, ഉഭയജീവികൾ എല്ലാം ഉണ്ട്. ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾക്ക് വരാനൊരല്പം വൈകിപ്പോയി കേട്ടോ. പക്ഷെ വന്നില്ലെങ്കിൽ തീരാതെ ഇഷ്ടപാടെന്ന് തന്നെ പറയാം. എന്തെല്ലാം കാണാൻ നമുക്കറിയാം, അടുത്തറിയാം നമുക്ക്. എന്താ ആ കൊമ്പ് കണ്ടോ? പത്തനംതിട്ടയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളേ നമ്മുടെ കോന്നി. എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ഇതിൽ കണ്ട. മോളെ അമ്മു, അമ്മു ഇഞ്ഞ് വന്നേടാ. അമ്മുവും ഞാനും നല്ല കൂട്ടാണ് കേട്ടോ. ഞങ്ങൾ ഗവിയിൽ പോയ സമയത്ത് എൻ്റെ കൂടെയായിരുന്നു അമ്മു. നിറയെയാണ് ഉമ്മി 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 എന്നുള്ള വിളിയാണ് കേട്ടോ. എൻ്റെ മക്കളെപ്പോലെയാണ്. സത്യത്തിൽ നമ്മൾ മനുഷ്യർ കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകേണ്ടവരല്ലേ. അപ്പോൾ അവിടെ ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിച്ചു പോയാൽ നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണ്. ഇവിടെ നമ്മളെങ്ങനെയാണ് ഇവിടെ എത്ര ആനയുണ്ട്? അഞ്ചാനയുണ്ട് ഇപ്പൊ ഇവിടെ കേട്ടോ. അതിലൊരു കുഞ്ഞു കുട്ടിക്കൊമ്പനെ നമ്മളിപ്പോ കണ്ടില്ലേ, ഒരു കുഞ്ഞു പാവേ. ഇനി കാണാം. നമ്മുടെ കൊമ്പൻ്റെ അടുക്ക നിന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും പറയുമോ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ, സൂപ്പർ. നമുക്കിതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ആനകളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കേട്ടോ. നമുക്കറിയാൻ വയ്യാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ഓരോ കിളികളുടെയും നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, അതെല്ലാം ഓരോന്നിൻ്റെ ശബ്ദങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി അവർ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരൊക്കെ നല്ല സഹകരണമൊക്കെയാണ്.
പിന്നെ അതിൻ്റെ ചുവർ ചിത്രങ്ങൾ കണ്ടോ, സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ഭംഗിയിലാണ് അത് ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത്. അതും ആനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ചിത്രങ്ങളിലൂടെ കുറേ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ആ ഓരോ ചിത്രങ്ങളും നമ്മൾ സൂക്ഷിച്ച് ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് വരുമ്പോഴേക്കും ഒരുപാട് കഥകൾ അതിന് പറയാനുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിക്കണം. ഞാൻ പപ്പയുമായിട്ട് വഴക്കിട്ടിട്ടോ കുറച്ച് സമയം കഷ്ടമുണ്ട്, ഞാൻ ഇതൊക്കെ ഒന്ന് കാണട്ടെ, എനിക്ക് വീഡിയോ എടുക്കണം. അങ്ങനെ നമ്മളതെല്ലാം വിശദമായിട്ട് കണ്ട് എന്തായാലും വന്നതല്ലേ, കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത്. സുശീലൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ വന്ന് കയറി നല്ല ചെറിയ ചാറ്റൽ മഴയാണേ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. ആനയെ കടിപിടിക്കുന്നതും എല്ലാം ഉണ്ട്. ഒറിജിനൽ ആനയുടെ അടുക്ക നിന്ന് എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, പേടിയല്ലേ. അപ്പോൾ ഇത് ഡമ്മി ആയാലും വേണ്ടില്ല, പക്ഷെ അത് ഒറിജിനൽ ആണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഞാൻ അമ്മൂനെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തായാലും വന്നതല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ. കുറേ കാലത്തിന് ശേഷം നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. പുറത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ, പൂമ്പാറ്റ, കുരങ്ങ്, എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. പക്ഷെ ഇത് പെയിന്റ് അടിച്ചിരുന്ന എന്ത് രസമായിരുന്നില്ലേ. കണ്ടോ കണ്ടോ, കുരങ്ങിനെയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അത് സാരമില്ല, ഓന്തിനെ കണ്ടോ, ഓന്ത് സഹിതം അടിപൊളി ഉണ്ട്. അപ്പൊ ഇനി നമ്മളിതാ മുകളിലേക്ക് പോവുകയാണ്. ഒരു ക്യാൻറ്റീനും ഒക്കെ ഉണ്ട് കേട്ടോ. ബാ, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതാ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആർട്ട് ഗ്യാലറിയാണ്, എലിഫന്റ് ആർട്ട് ഗ്യാലറി. അവിടെ നമ്മളെ വരവേൽക്കാനായിട്ട് ഒരു കുട്ടിക്കൊമ്പനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മൂവീസ് ബേസ്ഡ് ഓൺ എലിഫന്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസിൻ്റെ കുറേ ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനക്കളരി, കുട്ടിക്കുറുമ്പൻ, ഗുരുവായൂർ കേശവൻ, ഗജരാജമന്ത്രം, പട്ടാഭിഷേകം, സിന്ദൂരത്തിപ്പം, അങ്ങനെ കുറേ ആനകൾ ബേസ് ആയിട്ടുള്ള ലീല. ലാസ്റ്റ് ഇത് നമ്മൾ പോയി കണ്ടതാണ് രഞ്ജിത്തിൻ്റെ. കണ്ട കഥകിൽ ചെയ്തിരിക്കുന്നത് ആർട്സ്. ഇത് ക്ലേ വെച്ചിട്ടുണ്ടാക്കിയതാണോ? ഫൈബറിൻ്റെയാ? ആ ആനയെ കണ്ടോ, ഫൈബറിൻ്റെ ആണേ. ഇതെല്ലാം രസമുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട് തടിയുടെ ചിതിളുകൾ, ഈ ചെറിയ ചെറിയ തടിയുടെ പീസുകൾ വെച്ചിട്ട് ചെയ്ത ആനയാണേ. കണ്ടോ, ഇത് വൈക്കോല്, അടിപൊളിയായിട്ടുണ്ടല്ലേ. വൈക്കോല് വെച്ചിട്ടുള്ളതാണേ. ആനക്കൊമ്പിൻ്റെ തന്നെയാണെങ്കിൽ അല്ല, ഒരാന ഇങ്ങനെ മലർന്ന് കിടക്കുന്നത് കണ്ടോ, അടിപൊളി. പലതരം ആന. ഇനി അടുത്ത നമുക്ക് ഇങ്ങനെ കാണാം. കാണിക്കുമ്പോൾ എല്ലാം കാണിച്ചു തരാം. വരാത്തവർക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ. അവിടെ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ഉണ്ടല്ലേ. വരുന്നു എന്തായാലും വന്നാലേ ഒന്ന് എടുത്തോട്ടപ്പാ. പ്രദർശന വസ്തുക്കളിൽ സ്പർശിക്കരുത്. വരുന്നവരൊക്കെ കണ്ട് ആസ്വദിച്ച് പൊക്കോളുക, അതിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ട തൃശ്ശൂർ പൂരം ഓർമ്മ വരുന്നുണ്ടല്ലേ. ഷോ പീസാണ് അത്, നല്ല രസമുണ്ടല്ലേ. എന്താ ഒരു ചെറിയ ഇത് കണ്ട, എന്താ ഭംഗി. അതും ആനകളുടെ ഇത് കണ്ട, ഇത് രസമുണ്ട് ഓരോ പീസുകളും. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കാണാൻ ഒരുപാടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം തോന്നത്തില്ല. അതുപോലെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്തറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
എന്താ എല്ലാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇതാ ഇവിടെ ആനകളിങ്ങനെ നിരയായിട്ട് നിൽക്കുകയാണ് പല ഇതിൽ. എന്താ ഒരാന ഇങ്ങനെ കിടക്കുന്നു, ഒരു തടിയിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് സംഭവം നമ്മുടെ തേങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ചെയ്തതാണ്. കണ്ടോ, ഇത് ഭംഗിയാണ് ഓരോന്നും കാണാൻ. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടോ. ഈവ വയസ്സ് 23. മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നും 2003 ലഭിച്ചു. വില്ലനാണെന്ന് തോന്നുന്നു. ചകലയൊക്കെ ഇപ്പോൾ പൊട്ടിക്കുവോ. അടുത്തത് പ്രിയദർശിനി. ഇവിടെ ഇപ്പം 5 ആനയുണ്ട് കേട്ടോ. നിലവിൽ കോന്നിയിൽ ഇപ്പം 5 ആനകളാണ് ഉള്ളത്. ഇത് പ്രിയദർശിനി 41 വയസ്സ്. മീന 34 വയസ്സ്. നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ പേര് വിളിക്കത്തില്ല അതുപോലെ. അയ്യോ, എല്ലാം പെണ്ണുങ്ങളാ. വേണ്ട, മീന 34 വയസ്സ് ഉണ്ടോ. അപ്പോൾ പ്രിയദർശിനി, മീന, മറ്റേതെന്തോ അതിൻ്റെ പേരെന്തോ ഈവ. ഇത് മീന 34 വയസ്സ്. മാട്രിമോണിയൽ കോളത്തിൽ കൊടുക്കത്തില്ലേ വയസ്സ്. ഇനി ഒരാളും കൂടെ ഉണ്ടോ. ഒമ്മടാ കൃഷ്ണൻ ഉണ്ടോ, കുട്ടിക്കിണ്ണനായത്. ഇവൻ വില്ലനാ. കണ്ടോ, വയസ്സ് 12 ഉള്ളേ. തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്ന് ലഭിച്ചു 2014. അവൻ്റെ ആട്ടം കണ്ട. ഹായ് ഹായ്, വണക്കം. ഐ, അടിപൊളിയില്ലേ. കൃഷ്ണ കൃഷ്ണ ഹായ്, സലാം സലാമടാ. ഹായ്. കുസൃതി കുട്ടനാ, 12 വയസ്സേ ഉള്ളു. അമ്പടാ. അതെ അതെ അതെ, അവൻ്റെ ആട്ടം കണ്ടില്ലേ. ഇതാ കള്ള കുസൃതിക്കാരനാണ്. അതാണ് അവൻ. അതുകൊണ്ട് വലിയ കുറ്റിയാലാ പൂട്ടിയിട്ടിരിക്കുന്നത്. കണ്ടുപിടി. അല്ല, നമ്മളിവിടെ അല്ലേ നിൽക്കുന്നത്. ഞാൻ മുൻപിലും പുറകിലും ചങ്ങല ഇട്ടിട്ടുണ്ടോ. ഒരു സമയം അടങ്ങി നിൽക്കത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കുഞ്ഞപ്പൻ്റെ സൈസാ. കുഞ്ഞപ്പൻ 24 മണിക്കൂർ കുസൃതിയാ. മുമ്പേ വിളിച്ചപ്പോ ഇളക്കം കണ്ട്. എൻ്റെ കുഞ്ഞപ്പനാണോ ഇത്? കുഞ്ഞപ്പൻ, എൻ്റെ കുട്ടിക്കുറുമ്പൻ കുഞ്ഞപ്പൻ. ഹായ്. ഹായ് 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 ചക്കര. ചോറി. അതിനാ അമ്മടാ. അല്ലാതെ പറ്റത്തില്ല. അത്രയ്ക്ക് കുറുമ്പായിരിക്കും. അതുപോലെ കുറുമ്പായിട്ടായിരിക്കും. കണ്ട, എൻ്റെ കുഞ്ഞപ്പൻ ഇതുപോലെ 24 മണിക്കൂർ. എന്ത് രസമുണ്ടല്ലേ. മൂത്രം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവന്റെ കുസൃതി കണ്ടോ, അടിപൊളിയില്ലേ. എനിക്കിത് കണ്ടിട്ടെ നമ്മുടെ ജയറാമിന്റെ ഒരു സിനിമ ഇല്ലായിരുന്നു, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനെ, അതായിരുന്നു. അതിലിങ്ങനെ ഉണ്ടോ, ഡാൻസ് കളിക്കുകയാണ് അവൻ. ഡാൻസ് കളിക്കുകയാണ്. അത് കണ്ട, വായൊക്കെ തുറന്ന്. ഹായ് കൃഷ്ണ. അപ്പം നമ്മുടെ എൻ്റെ കുഞ്ഞപ്പൻ ഇതുപോലെ 24 മണിക്കൂറും അവന് കുസൃതി. ഈ പെൺ ആനയ്ക്കും പിന്നെ ചെറിയ കൊമ്പുണ്ട് ഇല്ലയോ, അതുകൊണ്ടാ
മീന 34 വയസ്സ് മാട്രിമോണിയൽ കൊടുത്തിരിക്കുന്ന പോലെ ബയോഡേറ്റ കംപ്ലീറ്റ് ഉണ്ട്. ഇത് ചെറുപ്പക്കാരിയാര്, അത് തൈക്കളവിയാ. എനിക്ക് വയ്യ. അത് ഈവ 23 വയസ്സ്, യുവനടിയാ. പറ്റുള്ളടാ അവന്റെ അഭിനയം കണ്ട. ഇവനെ സിനിമയിൽ എടുത്തിരിക്കുന്നു ഞങ്ങള്. നീ ഇപ്പൊ ലോക പ്രശസ്തനാവാൻ പോവാ കൃഷ്ണ. ഹായ്. ആ വാ, ഇങ്ങോട്ട് വാ, നടന്നു വാ. പപ്പായെ കണ്ടോട് നിങ്ങളെ ഇഷ്ടപ്പെട്ട്. പപ്പ അവനിഷ്ടം അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കഷ്ട. എന്റെ പൊന്നെ. പപ്പ അവിടെ നിന്നിട്ട് കൈപൊക്കി കാണിക്കുമ്പോ അവന് വേണ്ട ഉണ്ട്. ഹായ്. സല്യൂട്ട് അടിക്കുക. തുമ്പിക്കൈയിട്ട് ചുരുട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് കൃഷ്ണൻ നമ്മുടെ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയാം. അവന് നമ്മൾ കൈപൊക്കി ഇങ്ങനെ സല്യൂട്ട് കൊടുക്കുമ്പോൾ അവൻ അതുപോലെ തുമ്പിക്കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്, വാ കൊണ്ട് കാണിക്കുന്നു. നല്ല രസമായിരുന്നു. എന്താ ഒരു മലമ്പാമ്പ്, അതിൻ്റെ കൂടെ ഒരു പാമ്പ്, 2 കീരി, കുറേ ആമയും മുയലും വേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ സിമെൻറ്റിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാക്ക. ഇതെല്ലാം നമ്മുടെ അശോകത്തെറ്റിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഔഷധമുള്ള ഒരു സംഭവമാണ് കേട്ടോ, അശോകത്തെറ്റി. തുളസി വനം. ഞാനും അമ്മവും കൂടി ഇങ്ങനെ നടക്കുകയാണ്. 3D തിയേറ്ററിലേക്ക് സ്വാഗതം. ബാ, അവരൊക്കെ അവിടെ ഇരുന്നു, ഞങ്ങൾ പോയി കണ്ടേച്ച് വരാം. എന്ത് നല്ല കാറ്റ്. 3D തിയേറ്ററിലേക്ക് ഞങ്ങൾ പോവുകയാണേ. ടോങ്കിയ സമ്പ്രദായം അതെന്ന് തോന്നുന്നു. ഇത് 3D തിയേറ്ററാണ്. ഇതിനകത്തേക്ക് അഡൽട്ടിന് 60, കൊച്ചു പിള്ളേർക്ക് 40, 100 രൂപ. അപ്പം 60ഉം 40ഉമാണ്. ഉണ്ടതേ ഉണ്ട തടിക്കകത്താണ് ഈ പൂ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. കണ്ട ഇത് രസമുണ്ടല്ലേ. പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആരോ വന്ന് പറഞ്ഞു കൊടുത്ത് ദുഃഖം ഒഴിയത്തില്ല വെട്ടിക്കളയാനെന്ന്. അങ്ങനെ വെട്ടിക്കളഞ്ഞു. കാരണം ഇതിൻ്റെ പൂവിട്ട് കാച്ചിയ എണ്ണയുണ്ടല്ലോ, കുഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ലത്. ഇവിടുന്ന് കുട്ടവഞ്ചി തുഴയാനായിട്ട് പോവുകയാണ്. എന്താ മയിലിൻ്റെ രൂപത്തിൽ വെട്ടി വരുത്തുക. കണ്ട, അത് റെഡി ആയിട്ടില്ല. ഇന്ത്യ. അമ്മോ, ആനയൂട്ടിലെവിടെയാ? വലിയൊരു മഹാഗണിക്കകത്താണ് ഇത്. കണ്ടോ, എന്തോ ഒരു വലിപ്പമാണെന്ന് പറഞ്ഞു. നമ്മൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു മരമാണെന്ന് തോന്നുവേ. അപ്പോൾ നമ്മുടെ ജയ ദണ്ട കയറാൻ പോവുകയാണ്. ഞാനും ഉണ്ട്, വരുക. പതുക്കെ താഴെ പുറകിലോട്ട് പോകരുത്. സൈഡിലോട്ടൊക്കെ പോവാ. ഓന്നോ കാനയോട്ട് ഞാൻ തെള്ള ഹലോ ആലി. ഊഞ്ഞാലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചു കുട്ടിയാവും. അതിന്
എത്ര വയസ്സായി എനിക്ക് 100 വയസ്സാണെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൽ കയറി ആടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഞാൻ ഇന്ന് അവിടെ നിന്നിട്ട് അവിടുന്ന് പോവാനായിരിക്കും. എന്തെടുക്കുമായിരുന്നു? ഞങ്ങൾ ആനക്കൂട്ടിൽ വന്നതാ. കോന്നി കഴിച്ചോ? ഫുഡ് എടുത്തോണ്ട് പോ രാത്രി. ബുക്ക് ചെയ്തോ? എനിക്കും അറുമാദിച്ചു. കാരണം പൈസ മുടക്കി കയറിയിട്ട് വേണ്ടാന്ന് വെക്കണ്ടല്ലോ. അയ്യോ ഇരുന്നോ മോളെ, ഇരിയടാ, 2 പേര് വിരി, അത് കുഴപ്പമില്ല. ഊഞ്ഞാൽ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി എന്ന് തന്നെ പറയാം. ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോയി. കാരണം ഓണക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല, കാണത്തില്ല. ഞാൻ ഊഞ്ഞാലുകൾ തേടിയുള്ളൊരു യാത്രയിലായിരിക്കും. അതായത് ഊഞ്ഞാലിൽ ചില്ലാട്ടം പറക്കുക എന്ന് പറയും. എഴുന്നേറ്റ് നിന്നിട്ട് ഓലയുടെ തുമ്പ് വരെ മുട്ടുന്ന പോലെ ആയത്തിലാണ് ആടുന്നത്. അടിപൊളിയായിട്ട് ചില്ലാട്ടം പറക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കുട്ടവഞ്ചിയിലേക്ക് അടവിയിൽ ചെന്നിട്ടാണ് കുട്ടവഞ്ചി യാത്ര. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണേ. ഞങ്ങൾ ദാണ്ട കൊട്ടവഞ്ചി കയറാനായിട്ട് വന്നു. ഇവിടെ തന്നെ വന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നിടത്ത് കയറിയിട്ടുണ്ട്. കുഞ്ഞേറ്റ എന്തോ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് സത്യത്തിൽ ഞങ്ങൾ ഇവരുടെ അടുക്കലേക്ക് വരുന്നത് തന്നെ ഈ മക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ. അവരെയും വിളിച്ചിട്ട് ഞങ്ങൾ എല്ലായിടത്തും പോകും, പർച്ചേസൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് പോയി നല്ല ഫുഡൊക്കെ ഉള്ളിടം തേടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും, യാത്രകൾ ചെയ്യും. അവർക്കും ഭയങ്കര സന്തോഷമാണ്. അതെ, അപ്പോൾ കണ്ട ഒരു ചോറ്, ഒരു ചള്ളാസ്, ഒരു സലാഡ്, ഇച്ചിരി ഉമ്മണിക്കാണ്ടി അവിയൽ, പിന്നെ തോരഞ്ഞ്, ഒരു നാരങ്ങ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഇനി എന്താണെന്ന് അറിയില്ല. കറിയൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഹലോ, കാടിൻ്റെ നടുക്കാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നിട മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുപോവാ. കഷ്ണം എടുക്കണേ. സാരമില്ല. മീൻകറി എന്തുവാ ഉള്ളത്? എന്നെ മെച്ചവും പറയാനില്ല. മീൻകറി കപ്പ കുഴച്ചത് സെപ്പറേറ്റ് ആവട്ടെ, അതിൻ്റെ കൂട്ടത്തിലുള്ളതൊന്നുമല്ല. നമ്മളൊരു കപ്പയും മീൻകറിയൊക്കെ സെപ്പറേറ്റാണ്. ഊണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഒരു ചിരിക്കോളം അവിയൽ, ഒരു സലാഡ്, ഒരു തോരനും അച്ചാർ, ഇത്രയേ ഉള്ളൂ. ഊണ്, സാമ്പാറും. പക്ഷേ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. മണ്ണീറ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നമ്മള് കുട്ടവഞ്ചിയിലേക്ക് പോകണം. 2 സൈഡിലും ഈറയാണ്. ചിലപ്പോ ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല മണ്ണീറ എന്ന പേര് വന്നത്. കാടിന്റെ നടുവിൽ കൂടി നമ്മൾ ഇങ്ങനെ പോവുകയാണ് കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ നല്ല മഴ, ഇന്നത്തെ ഒരു അന്തരീക്ഷം കണ്ടോ, നല്ല സൂപ്പർ മഴ പെയ്യുവാണ്. കുട്ടവഞ്ചി യാത്രയും ബാക്കി വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.